ഒരു സദ്യവട്ടം ഉണ്ടാക്കി ഇലയിൽ ഇങ്ങനെ വിളമ്പി വെച്ച് കഴിയുമ്പോൾ കാണാൻ എന്തൊരു ഐശ്വര്യവും ഭംഗിയാണല്ലേ. ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ടും പ്ലാനിങ്ങും എന്തുമാത്രം ഉണ്ടെന്ന് മിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ വിഷു സദ്യയുടെ മേക്കിങ്ങിൻ്റെ കുറച്ച് ഗ്ലിംസസ് ആണ് ഈ കാണിക്കുന്നത്. തലേ ദിവസം പ്ലാൻ ചെയ്തതുപോലുള്ള ഐറ്റംസ് എല്ലാം ഒന്നിനു പുറകെ നന്നായിട്ട് ഉണ്ടാക്കിയെടുത്തു. ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരുടെ സാഹചര്യവും ആരോഗ്യവും സമയവും കണക്കിലെടുത്ത് അതിനായിട്ടുള്ള വിഭവങ്ങളുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത്യാവശ്യമായിട്ടുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം സദ്യ ഇച്ചിരൂടെ മൂടി പിടിപ്പിക്കാനായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എക്സ്ട്രാ ഐറ്റംസാണ് ഓലൻ, കാളൻ, കൂട്ടുകറി, പിന്നെ പായസം, ഒന്നിന് പകരം രണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്താലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കഴിക്കാനുള്ള ആളുകൾ വേണം. അല്ല എന്നുണ്ടെങ്കിൽ ആഹാരവും അധ്വാനവും രണ്ടും വേസ്റ്റായി പോകും. അപ്പം എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിലെ വിഷുസദ്യയ്ക്ക് ഉണ്ടായിരുന്ന ഐറ്റംസ് ഇതൊക്കെയാണേ: ചോറ്, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, തോരൻ, പിന്നെ സദ്യയാക്കി മാറ്റുന്ന 5 തരം കൂട്ടുകറികൾ, പപ്പടം, ഇനി ലാസ്റ്റ് എല്ലാവരും ആകാംക്ഷയോട് ഉറ്റു നോക്കുന്ന പായസം. ഇതെല്ലാം ചെയ്തതിന് ശേഷം റെഡിയായി വന്നിട്ട് സദ്യ കഴിക്കാനിരിക്കുന്നതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്.